ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വായിലേ ഈ ചുമയുള്ളതുകൊണ്ട് ഷുഗർ ഫ്രീയുടെ ഇത് അലിക്കുന്നുണ്ട് ഗുളിക. ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്ന് മുതൽ മോന് എക്സാം തുടങ്ങി. നമുക്ക് ഭയങ്കര ടെൻഷനാണ്, അവർക്ക് ടെൻഷനൊന്നുമില്ല. രാവിലെ ടെൻഷൻ ഇല്ലെന്ന് പറയുമെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാതൊക്കെയാണ് ഓടിപ്പോയത്. വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ സൺഡേ ഞങ്ങൾ പ്രേയറിനൊക്കെ പോയിട്ട് വന്ന് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു കുക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള വീഡിയോയാണ്. അപ്പോൾ ഇന്നലെ ഞാനും പ്രൈസമോനൂടെ നടക്കാൻ പോയി. നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ. അപ്പോൾ ഇന്നലെ ഈ BMC ഗ്രൗണ്ട് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ഗാർഡൻ പാർക്കിൽ പോയി. അവിടെ മൊത്തവും മരങ്ങളും അവിടെയുണ്ട് ഈ എക്സർസൈസ് മെഷീനൊക്കെ. അപ്പം ഞാൻ എൻ്റെ കൂടെ 1-2 റൗണ്ട് ഇങ്ങനെ ആൾ നടന്നിട്ട് പിന്നെ പറഞ്ഞു, മമ്മി ഞാൻ അവിടെ പോയി എക്സർസൈസ് ചെയ്യട്ടെ, നമ്മുടെ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നേരം അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വെയിറ്റ് നോക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പം രാത്രിയിലൊന്നും വെയിറ്റ് എടുക്കണ്ട, അതൊക്കെ പൊടിയടിച്ചിരിക്കുമായിരിക്കും, രാവിലെ എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി എൻ്റെ വയറ്റിലൊന്ന് പിടിച്ചേ, ഒന്ന് തൊട്ട് നോക്കിയേ. ഞാൻ ചോദിച്ചു, എന്തുവാടാ? ഒന്ന് തൊട്ട് നോക്ക്. ഞാനങ്ങനെ തൊട്ടെന്ന് പറഞ്ഞു, ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ നീ ഒരു 2 മിനിറ്റ് അവിടെ എക്സർസൈസ് ചെയ്തപ്പോഴത്തേന് വയറൊക്കെ കുറഞ്ഞില്ലേ? അല്ല, നേരത്തെ ഒരു വയർ ഇങ്ങനെയല്ലേ ഇരുന്നത്, ഇപ്പം വയർ കുറഞ്ഞിട്ടില്ലേ? ഇവൻ എപ്പോൾ എക്സർസൈസ് ചെയ്താലും എൻ്റെ പറയും, എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം, എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, എൻ്റെ വയറ് കുറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ. ഞാൻ പറഞ്ഞു, എന്നാൽ കൊള്ളാമല്ലേ, ഒരു 2 മിനിറ്റ് കൊണ്ട് ആ മെഷീൻ്റെ അകത്തോട്ട് കയറി ഇരിക്കുമ്പോഴത്തേന് വെയിറ്റ് കുറയുവാണെങ്കിൽ കൊള്ളാം, എന്നാൽ ഞാനും പോയിരുന്നേനെയായിരുന്നല്ലേ. പിന്നെ ഒന്നും പറയാൻ പോയില്ല. അവനങ്ങ് മൈൻഡിൽ അവൻ്റെ അത്ര ചെയ്തത് കൊണ്ട് അവൻ്റെ വെയിറ്റ് കുറഞ്ഞെന്നും പറഞ്ഞാൽ ഇരിക്കാം. പിന്നെ ചിന്തിച്ചാൽ അവരും അങ്ങനെ ചിന്തിച്ചോട്ടെ ഇട്ടെന്ന് എന്നൊന്നും പറയാൻ പോയില്ലേ. പ്രേസമോൻ്റെ ചില സമയത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ രണ്ടിൽ പപ്പായിട്ട് കാണിച്ച വേല തൊണ്ടങ്ങ് കിഷ്. അതുകൊണ്ട് എനിക്ക് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അങ്ങ് വേദനയാണ്. ചിലപ്പം ഡ്രൈ കഫ് ആയിരിക്കും, ചിലപ്പം അല്ലാതെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ത്രോട്ട് ഇങ്ങനെ നനച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് അലിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാതിരുന്നാൽ കുഴപ്പമില്ല, ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാനങ്ങ് വായിലിട്ടതാണ്. ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ സൺഡേ ഇവന്മാർക്കൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നേ ഇഷ്ടം. ഞാൻ കഴിവതും അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അവർക്ക് ഇച്ചിരി ടേസ്റ്റായിട്ട് ചൈനീസും ഇതൊക്കെ തിന്നണം. അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ ദോഷമൊന്നും ഇവർക്ക് മനസ്സിലാവുമെങ്കിൽ അവർക്കത് ഇഷ്ടമായതുകൊണ്ട് അവരത് മനസ്സിലാക്കത്തില്ല. നമ്മളത് മനസ്സിലാക്കാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, വെളിയിൽ നിന്ന് റേച്ചാനും പറയും, നിനക്ക് വയ്യെങ്കിൽ നീ യാത്ര വന്നേയില്ലേ, വയ്യെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കാം. അവർ ഒരു വയ്യാഴിയില്ല, ഞാനങ്ങ് ഉണ്ടാക്കിക്കോളാന്ന് പറയും. നമ്മൾ വല്ലപ്പോഴും ഇപ്പം അങ്ങോട്ട് നമ്മൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞതല്ല ഉള്ളൂ. പിന്നെ ഈ സൺഡേയിലൂടെ വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വയ്യെങ്കിലും ഇവർ യാത്ര കഴിഞ്ഞ് വന്നാൽ എനിക്ക് ശരിയാവത്തില്ല, എനിക്ക് ഒരു വല്ലാതൊക്കെയാണ്. എന്നാലും ഞാനങ്ങ് ചെയ്തു. കാരണം ഇവന്മാരെ പ്രതി, അല്ലെങ്കിൽ ഇവർ മമ്മിക്ക് വയ്യാന്നും പറഞ്ഞ് തലേന്നത്തെ ചോറും കറിയും ഉണ്ടെങ്കിൽ അത് വേണ്ട. അവർ പറയുന്നത് സൺഡേ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്നാണ്. അപ്പം ചിക്കനും ഇരിപ്പില്ലായിരുന്നു. എന്നാൽ ചിക്കനും കൊണ്ടൊരു നാളെ ചെയ്തതുപോലെ ചെയ്യാമെന്ന് വെച്ചാൽ അതൊക്കെ കുഴപ്പമില്ല. അതും വാങ്ങിക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു, വെളിയിൽ നിന്ന് വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങ് നിവർത്തികെട്ട് ഉണ്ടാക്കിയതാണ് ഇത്. കാരണം അവന്മാർ ഏറ്റവും കൂടുതൽ ഇവനാണ് പോളും. അപ്പം മറ്റവരും പറയും, ചൈനീസ് നല്ലതാ, അത് നല്ല, ഇത് നല്ലതാണ്. ഞാൻ പറയും വേണ്ടാന്ന്. അപ്പം ആശാൻ ചിന്തിച്ചത്, ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് പറയുന്ന ആൾ ചിന്തിച്ചത് പുഴുങ്ങിയ മുട്ടയുടെ കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതുണ്ടാക്കിയതാണ്. ഇപ്പം സൺഡേ പ്രെയറൊക്കെ കഴിഞ്ഞ് പോൾ അവിടെ ആടുന്ന കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെയറാത്. ഇപ്പുറത്ത് അപ്പച്ചനും ഇരിപ്പുണ്ട്, അവനിരുന്ന് ആടി ഇരിക്കുക. അപ്പം ഞാനും പ്രൈസമോനോട് ഇവിടെ ഇങ്ങനെ ഇച്ചിരി നേരം നിന്നതാണ്. അപ്പം എൻ്റെ ചോറ് വെക്കുന്ന കാലത്തിൽ ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക്
ഈ ചരുവത്തിലൊക്കെ 1.5 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 ചരുവത്തിലായിട്ടാണ് ഇത് ചോറ് വെക്കുന്നത്, ബിരിയാണി അരിയെ. അപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയും. ചോറ് ഇങ്ങനെ എടുത്തിട്ട് കിഴുത്ത് കപ്പയിൽ വെള്ളം വാലാനായിട്ട് വെക്കും. ഇവിടെ ഉരുളി വെച്ച് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതിലേക്കൊരു 4-5 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പക്ഷേ പോളി ചിന്തിച്ചത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയില്ലേ, ഇങ്ങനെ റൈസ് ഉണ്ടാക്കിയിട്ട് മുട്ട പുഴുങ്ങി മുഴുവനെ ഇട്ടുള്ളത്, അതാണ് ആൾ ചിന്തിച്ചത്. ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് ആൾ ചിന്തിച്ചില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഉപ്പും വിതറി ഇച്ചിരി കുരുമുളക് കൂടെ വിതറിയിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് സൺഡേ ഒരു 5 മണി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഡാഡി മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഇവരെല്ലാം താഴെ ആയിരിക്കും. റീച്ചാനും പ്രൈസനും ഇവരെല്ലാം കളിക്കാനും അതിനൊക്കെ സൺഡേ ദിവസം ഇവരെല്ലാവരും കൂടെ താഴെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതും കൊണ്ട് ഇളക്കിയിട്ട് പറ്റിയില്ല. ഞാൻ പിന്നെ വേറൊരു നമ്മുടെ ചട്ടുകം എടുത്താന്ന് ഇങ്ങനെ പീസ് പോലെ ആക്കിയെടുക്കാം. ഞാനൊരു 3 ഗ്ലാസ് അരി എടുത്തേ. അതിൻ്റെ എത്ര, കാരണം അത് അത്ര എടുത്തതിൻ്റെ ഉദ്ദേശം ഇത് പ്രൈസിന് ഭയങ്കര ഇഷ്ടം. അവൻ നാളെ ടിഫിന്, പ്രൈസനും റീച്ചാനും ടിഫിന് ഇത് കൊടുത്തു വിട്ടാലും അവർക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് എടുത്തതാണ്. എന്നിട്ട് ഞാൻ ആ മുട്ട എല്ലാം ഒന്ന് കോരി ഇങ്ങെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ഉരുളിക്കകത്ത് ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തായിരുന്നു. എൻ്റെ കയ്യിൽ ബീൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇഞ്ചി ഞാൻ പേസ്റ്റാക്കി ഈ നമ്മുടെ ഐസ് ട്രേയിൽ ഇന്നാളി വെച്ചില്ലേ, അതാ ഇഞ്ചിയുടെ ആ ഒരു പീസാണ് അതും കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി ക്യാരറ്റ്, കാബേജ്, സവാള, ഞാൻ ആദ്യം അറിയാതെ സവാളയായിരുന്നു ആദ്യം വഴറ്റേണ്ടിയത്. അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ക്യാരറ്റും കാബേജും കൂടെ. ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാമേ. എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലായിരുന്നു, ക്യാപ്സിക്കോ ഇല്ലായിരുന്നു. അയ്യോ, ഞാൻ ചെയ്തത് വേറെ ആയിപ്പോയി, സോറി. സവാളയായിരുന്നു ഇടേണ്ടിയത്, ഇല്ല കാര്യം പറഞ്ഞു. സവാളയും പച്ചമുളകും. പാത്രത്തിന് സ്ഥലം ഉള്ളത് കൊണ്ട് സൈഡിലോട്ട് ഇട്ടിട്ട് എടുക്കാൻ പറ്റി. കുഴപ്പമില്ല, എന്നാലും ആദ്യം സവാള ഇച്ചിരി ഒന്ന് വാടിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് വാടി കുഴയണ്ട, ഇച്ചിരി ഒന്ന് പച്ചപ്പ് പോയി. അപ്പം ഞാൻ ഇനി വേവിച്ച റൈസ് കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഇത്തിരി വെട്ടത്തിൻ്റെ ഇത്തിരി പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇച്ചിരി ചിക്കൻ മസാല ഇട്ട്, ചിക്കൻ മസാല കറുത്തിരിക്കുന്നു, ഇങ്ങനെ കറുത്തല്ല ഇരിക്കുന്നത് കേട്ടോ. അപ്പം ചിലരൊന്നും ചേർക്കാറില്ല, ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഇട്ടതാണ്. എന്നിട്ട് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇടാമെന്നും പറഞ്ഞാൽ ഇങ്ങെടുക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നേ. അപ്പോൾ ചെയ്ത് വന്നോണ്ടേ പോള് പിന്നെ കയറി വന്ന് ടേസ്റ്റ് ചെയ്തോണ്ടേ പറഞ്ഞ് ഇച്ചിരി സെസ്വൺ ചട്നി ഇടുന്നു. അവൻ അന്നേരം ക്യാരറ്റ് ഇട്ടത് കുഴപ്പമായിപ്പോയി, അവന് ക്യാരറ്റ് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അവൻ കയറി വന്നപ്പോൾ അവൻ പറഞ്ഞ് പിന്നെ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച്, പക്ഷേ സെസ്വൺ ചട്നിയും കൂടെ സോസ് കൂടി ഇച്ചിരി ഇട്ടപ്പോഴാണ് കുറേയും കൂടെ ഒരു ടേസ്റ്റ് ആയത്. ചിക്കൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് ബോൺലെസ് ചിക്കൻ കൂടെ വറുത്തുണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു ഇച്ചിരി ഒഴിച്ച്, സോയാ സോസ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. സോയാ സോസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. സോയാ സോസ് ഇല്ലായിരുന്നെന്ന് പറയാൻ കഴിഞ്ഞ ദിവസം എടുത്ത് കളഞ്ഞത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട്
കഴിഞ്ഞ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് അതിന് 1-2 വർഷത്തെ ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നമ്മളത് ഒഴിക്കാറില്ലായിരുന്നു. അങ്ങനെ നേരത്തെയൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ പിന്നെ ചിലവാകുമായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ച് വെച്ച് നോക്കിയാണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞെടുത്ത് കളഞ്ഞു. നീ ഇളക്കണ്ട, വിട്, മൊത്തം തട്ടിക്കളഞ്ഞില്ലേ, കാണുന്നത് പോലല്ല കേട്ടോ. നോക്ക്, ടേസ്റ്റ് നോക്ക്. क्या कर सकते, खाने के लिए खाना ही पड़ेगा. दोंड സ്പൂണ്. ഞാൻ പറഞ്ഞില്ലേ അവൻ മറ്റേതാ ഉദ്ദേശിച്ചത്, മുട്ട പുഴുങ്ങിയത്. അപ്പം മനസ്സിലോടാ ആൾ ഇന്ന്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പപ്പടവും സാലഡൊക്കെ കൊടുത്തോണ്ട് ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ റീച്ചാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു അങ്ങനെയാണ്. റീച്ചാൻ പറഞ്ഞു നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ മൈൻഡിൽ മറ്റേതായിരുന്നു. അതുകൊണ്ട് അവനിത് എത്ര ഇതാക്കിയിട്ടും അവന് അങ്ങോട്ട് ഇതായില്ലെന്ന് തോന്നുന്നു. ടൊമാറ്റോയും വേണ്ട, ഒന്നും വേണ്ട. और भी चाहिए इसमें कुछ? नहीं ले रहा टमाटर വേണ്ട ന്നു. तो फिर थोड़ा और अंदर डाल दो ना. പിന്നെ ഇനി ഉള്ളി വേണ്ട. കാക്കടി नहीं है ना. ശേ, കാക്കടി ഇട്ടാ പിന്നെ ടൊമാറ്റോ ഇടുന്നതിന് എന്തോ കുഴപ്പം? टमाटो मेरे को पसंद नहीं है ना. मेरे लिए आप बना रहे हैं. അപ്പം അവന് ടൊമാറ്റോ വേണ്ട, കാക്കടി ഇട്ടാ കുക്കുംബർ ഇട്ടാ കൊള്ളായിരുന്നെന്ന്. അപ്പം അവൻ പറ മമ്മി എനിക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നേ. പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല, ബാക്കിയുള്ളവരെന്തോ ഇവിടാന്ന്. കാരണം അങ്ങനെ സന്തോഷിച്ചിരുന്നോട്ടെ. അവനതാ പറഞ്ഞത്. ഞാൻ ചിന്തിച്ച മമ്മി എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞോണ്ടേ ഞാൻ ചിന്തിച്ചത് മമ്മി മറ്റേ മുഴുവനെ ഉള്ളതാ ഉണ്ടാക്കുന്നതെന്നാണ്. പിന്നെ പപ്പടം ഒരു 3-4 പപ്പടമൊക്കെ കൊടുത്തപ്പോൾ ആൾ സന്തോഷമായി. അപ്പം ഞാൻ പപ്പടവും പൊള്ളിച്ച് അവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഡേറ്റ്സും ലെമണും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടെ കുശാലായി അവൻ. അപ്പം ഇനി കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയാ. ഞാൻ നടക്കാൻ പോകേണ്ട ഇവന്മാരും അവിടെ വന്ന്. അപ്പം പോളും വന്നായിരുന്നു. അപ്പം പോള് പ്രീസമ്മോനും നല്ല അതുപോലെ കളിപ്പിക്കുകയും അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. कहाँ निकल सकता है, उसकी माँ निकलती है. क्या होगा? क्या बाबू पुल पे बैठो, पुल पे एलिफेंट है उस पे बैठो, ये भी सही सकता है. थैंक यू. വേണ്ട ഇടാ, വേണ്ട അവൻ വേണ്ട വേണ്ട വേണ്ട. എടാ വീഴും, അത് വേണ്ടെന്ന്. പ്രൈസിന് അത് ഞാലാൻ പേടിയാ. പോള് പറയുക ഞാനുണ്ട് ഞാൻ പിടിച്ചോളാം, നീ ഞാൻ തോന്നും പറഞ്ഞ് അവനെ ഫോഴ്സ് ചെയ്യുക. ഞാൻ നടന്നിട്ട് ഇച്ചിരി മാറിയ ഒരു ബെഞ്ചയിലിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ദൂരമായിട്ട് ക്ലിയറായിട്ട് കിട്ടാഞ്ഞത്.
എടാ വീഴും അവൻ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി വന്നു. ഇപ്പം ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ എത്തി. തോളെ കൈയിട്ടുകൊണ്ട് പോയി പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്തോന്നോ, ഞാൻ ബൈക്ക് എടുക്കും, എന്നിട്ട് നിന്നെ ഞാൻ ഡ്രൈവിങ്ങിന് കൊണ്ടുപോകാം, അതാ ഇതാന്നൊക്കെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.